ഈ നിമിഷം വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ജാമ്യം റദ്ദാക്കി. അഭിഭാഷകരെ മർദ്ദിച്ച കേസിലെ ജാമ്യമാണ് റദ്ദാക്കിയിരിക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്? ഈ കേസിന്റെ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. ആര്യ, PM ആർഷോ പ്രതിയായ അഭിഭാഷകനെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ശനിയാഴ്ചയും ക്രൈംബ്രാഞ്ച് DYSP ഓഫീസ് മുമ്പാകെ എത്തി ഒപ്പിട്ട് ജാമ്യവ്യവസ്ഥ പാലിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു. എന്നാൽ ഈ ജാമ്യവ്യവസ്ഥ PM ആർഷോ ലംഘിച്ചു എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇത് കണക്കിലെടുത്താണ് എറണാകുളം CJM കോടതി ഇന്നലെ ആർഷോയുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ വധശ്രമ കേസ് അടക്കമുള്ള നിരവധി കേസുകൾ ഈ കോളേജിൽ ഉണ്ടായതും പുറത്തും ഉണ്ടായത് രാഷ്ട്രീയപ്രേരിതമായ സംഘർഷം അടക്കമുള്ള നിരവധി കേസുകൾ ആർഷോയ്ക്കെതിരെ ഉണ്ടായിരുന്നു. ഈ കേസുകളിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസ് ഒഴിവാക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. സ്ഥിരമായി ആർഷോ ഒളിവിലാന്ന് എന്ന റിപ്പോർട്ടാണ് അന്ന് പോലീസ് നൽകിയത്. ഇതേ തുടർന്നാണ് SFIയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ആർഷോ പങ്കെടുക്കുകയും ഭാരവാഹിയായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം നൽകുകയും ആർഷോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം നൽകാൻ തയ്യാറായില്ല. 2-3 വട്ടം റിമാൻഡ് കാലാവധി നീട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് കർശന ജാമ്യവ്യവസ്ഥയോടുകൂടി ആർഷോയ്ക്ക് കോടതി ജാമ്യം നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ ജാമ്യവ്യവസ്ഥകൾ ആർഷോ ലംഘിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് തന്നെ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ തനിക്ക് അസുഖമാണ്, ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ജാമ്യവ്യവസ്ഥ പാലിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നാണ് ആർഷോയുടെ വിശദീകരണം. എന്തായാലും ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കുമെന്നും ആർഷോ പറയുന്നു. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ജാമ്യം, അഭിഭാഷകനെ മർദ്ദിച്ച കേസിലെ ജാമ്യമാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.